നമസ്കാരം. മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു. നടൻ ദിലീപിന്റെ 150ാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ദി ഫാമിലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത്. നാളുകൾക്ക് ശേഷം ദിലീപിന് ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണമായിരുന്നു ഈ ചിത്രം. ദിലീപിന്റെ തിരിച്ചുവരവാണെന്നായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് നവാഗത സംവിധായകൻ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പുതുമുഖ താരം റാനിയ റാണയാണ് ചിത്രത്തിൽ നായികയെത്തിയത്. തുടരെ പരാജയങ്ങൾ നേരിട്ട ദിലീപിന് കരിയറിൽ വലിയ ആശ്വാസമായിട്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയം ഉണ്ടായിരുന്നത്. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് പലരും വിധി എഴുതിയിരിക്കെയുള്ള ഈ വിജയം ദിലീപിന്റെ കരിയറിൽ നിർണായകമായി. തിയേറ്ററുകളിൽ നേടിയ മികച്ച വിജയത്തിന് ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ OTTയിൽ എത്തിയിരിക്കുകയാണ്. OTTയിൽ കണ്ട പ്രേക്ഷകർ മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ചിത്രത്തിന് പ്രമുഖ റിവ്യൂവർമാർ അടക്കം നെഗറ്റീവ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ചില ആരാധകർ സോഷ്യൽ മീഡിയയിലെ സിനിമാ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ കുറിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പടത്തെ ദിലീപേട്ടന്റെ മറ്റൊരു കോമഡി പടം എന്ന ഒരു മുൻവിധിയോടെയാണ് ഇത്രയും നാൾ കണ്ടിരുന്നത്. അവസാനം ഇറങ്ങിയ പവി കെയർടേക്കർ 80% വെറുപ്പിക്കുകയും 20% ഇമോഷണലി കണക്ട് ചെയ്യുകയും ചെയ്ത ഒരു പടമായിരുന്നു എന്നാണ് ലാലു കോട്ടയ്ക്കൽ എന്നയാൾ കുറിച്ചത്. അത്യാവശ്യം നല്ലൊരു കഥയും നല്ല കാസ്റ്റിംഗും ഡയറക്ഷനുമായി കുറ്റം പറയാൻ അധികമൊന്നുമില്ലാത്ത കാഴ്ചക്കിടയിൽ ഒരിടത്തും ഇഴച്ചിൽ ഫീൽ ചെയ്യാത്ത ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പുതുമുഖ നായകന്മാരും ജോണി ആന്റണിയും മഞ്ജു പിള്ളയുമെല്ലാം വളരെ നന്നായി പെർഫോം ചെയ്തു. സാധാരണ ദിലീപേട്ടന്റെ സിനിമകളിലെല്ലാം ഉണ്ടാവുന്ന ചില വളിപ്പുകൾ ഇതിലും ഉണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം ധൈര്യമായിരുന്നു കാണാം. ഒടിയതിനു ശേഷം ലാലേട്ടന്റെ മുഖത്തിന്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞതുപോലെ ഇപ്പോൾ വരുന്ന ദിലീപേട്ടന്റെ സിനിമകളിലെല്ലാം മൂപ്പരുടെ ഫ്ലെക്സിബിലിറ്റി വളരെയധികം കുറഞ്ഞതായി മനസ്സിലാക്കാം. എന്നാൽ ഇമോഷണൽ സീനുകളും അതിൽ തന്നെ പ്രത്യേകിച്ച് മൂപ്പരുടെ സൗണ്ട് മോഡുലേഷനും എല്ലാം പണ്ടത്തെ പോലെ ഇപ്പോഴും നമ്മെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നും ലാലു അഭിപ്രായപ്പെടുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്രയും ധൈര്യത്തോടെ ദിലീപേട്ടനെ വെച്ച് ഒരു പടം പിടിക്കണമെങ്കിൽ അതൊന്നുമല്ലാതെ ആവില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. എന്തായാലും അർഹിച്ച വിജയം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. ദിലീപേട്ടന്റെ പടം ആയതിനാൽ ആദ്യം കാണാൻ ഒരു മടിയായിരുന്നു. അതുപോലെയുള്ള ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സിനിമയ്ക്ക് എന്തിനാ പ്രമുഖ റിവ്യൂവേഴ്സ് നെഗറ്റീവ് ഇട്ടത് എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പടം തന്നെയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. തിയേറ്ററിൽ പേഴ്സണലി ഞാൻ വളരെയധികം എൻജോയ് ചെയ്താണ് കണ്ടത്. പിന്നീട് തിരികെ വന്നു. എല്ലാ യൂട്യൂബ് റിവ്യൂസ് നോക്കിയപ്പോൾ നെഗറ്റീവ് ഇട്ടിരിക്കുന്നു. അതും ഒരു തരത്തിൽ യോജിക്കാൻ കഴിയാത്ത നെഗറ്റീവ്. മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറെ കാലത്തിന് ശേഷമാണ് ഒരു ദിലീപേട്ടൻ സിനിമ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ വിട്ടത്. ബബയ്ക്ക് മുന്നേയുള്ള സാമ്പിൾ വെടിക്കെട്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ശരിക്കും ഉള്ള പൂരം നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സ്റ്റേജിൻ എന്നയാളും കുറിച്ചു. അതേസമയം റിവ്യൂ ചെയ്യുന്നവർ അവരുടെ അഭിപ്രായമാണ് പറയുന്നതെന്ന് അനൂപ് ജോസ് ചൂണ്ടിക്കാട്ടുന്നു. അല്ലാതെ സിനിമ നല്ലതാണോ മോശമാണോ എന്നല്ല. റിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ സ്വന്തം ടേസ്റ്റ് മാച്ച് ആകുന്ന ആരെങ്കിലും കണ്ടുപിടിച്ച് അവരുടേത് കേൾക്കുക എന്നത് മാത്രമേ പോംവഴിയുള്ളൂ. അതും എല്ലായ്പ്പോഴും 100% ഒത്തുവരണമെന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം നേരത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ദിലീപിനെ വെച്ച് ചെയ്യാൻ തയ്യാറായ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ അംഗീകരിക്കണമെന്ന് സംവിധായകൻ ശാന്തിയുള്ള ദിനേശും പറഞ്ഞിരുന്നു. ലിസ്റ്റിൻ വിചാരിച്ചാൽ പൃഥ്വിരാജ്, നിവിൻ പോളി, കുഞ്ചോക്കോ ബോബൻ എന്ന് വേണ്ട ഏത് സൂപ്പർ താരങ്ങളുടെയും ഡേറ്റ് കിട്ടും. എന്നാൽ ദിലീപിനെ വെച്ച് അദ്ദേഹം സിനിമ എടുത്തു. അതും പുതിയ സംവിധായകൻ ആ ചിത്രം വിജയിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലെന്നും ശാന്തിയുള്ള ദിനേശ് പറഞ്ഞു. ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിൻസ് ആൻഡ് ഫാമിലി ഞാനാണ് കൊണ്ടുവന്നതെങ്കിൽ എനിക്ക് വിജയിപ്പിച്ചെടുക്കാനാകില്ല. എനിക്ക് നല്ല തിയേറ്ററുകൾ കിട്ടില്ല. പ്രൊമോഷൻ ഇതുപോലെ ചെയ്യാനാകില്ല. എന്തിന് സാറ്റലൈറ്റ് റൈറ്റ് പോലും കിട്ടില്ല. പ്രത്യേകിച്ച് ദിലീപ് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് കൂടി. ഇപ്പോൾ ലിസ്റ്റിന് ലോട്ടറി അടിച്ചു. 10 കോടിക്കാണ് പടം വിൽക്കാൻ വെച്ചതെങ്കിൽ 30 കോടിക്ക് കിട്ടും. അയാൾ രക്ഷപ്പെട്ടു. അയാളുടെ മനസ്സുകൊണ്ടാണ് ഇങ്ങനെ ഭാഗ്യമുണ്ടായത്. പൃഥ്വിരാജാണ് ദിലീപിന്റെ ഏറ്റവും വലിയ എതിരാളി എന്നാണ് പറയുന്നത്. ആ എതിരാളിയുടെ ഏറ്റവും അടുത്ത ആളായ വ്യക്തി തന്നെ ദിലീപിനൊരു റീ എൻട്രി കൊടുത്തു. ഇപ്പോൾ മോഹൻലാലിനും ദിലീപിനും കിട്ടി റീ എൻട്രി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ദിലീപിനോടുള്ള ഇഷ്ടം കുറയില്ല. ദിലീപിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ നിർമ്മാതാവാണ് ലിബർട്ടി ബഷീർ. അയാളാണ് പറഞ്ഞത് തുടരുമെന്ന് പിന്നാലെ ദിലീപിന്റെ സിനിമയ്ക്ക് കൂടുതൽ ടിക്കറ്റുകൾ ഒന്നിച്ച് പോകുന്നു എന്ന്. ലിബർട്ടി ബഷീറിന് പോലും ദിലീപിനെ കുറിച്ച് പറയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇത് ദിലീപിന്റെ പുനർജന്മമാണ്. മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് ചെയ്യാനിരിക്കുന്ന ചിത്രം കൂടി വിജയിച്ചാൽ വീണ്ടും അദ്ദേഹം 1ാം സ്ഥാനക്കാരനായി അണിയിക്കപ്പെടും. മോഹൻലാൽ പിന്നോക്കം പോയെന്ന് ചില യൂട്യൂബ് ചാനലുകൾ പറഞ്ഞിരുന്നു. എന്നാൽ താനെങ്ങും പോയില്ലെന്ന് മോഹൻലാൽ തെളിയിച്ചതുപോലെ ദിലീപും ജനപ്രിയ നായകനായി തന്നെ തുടരും.
മോഹൻലാലിന് എതിരാളികൾ ഇല്ലെന്നാണ് അദ്ദേഹം നേരിടുന്ന പ്രധാന പ്രശ്നം. കാരണം മമ്മൂട്ടിയില്ല, സുരേഷ് ഗോപി ഇല്ല, ജയറാമില്ല, ദിലീപ് ഇല്ല, ഇയാൾ ഒറ്റയ്ക്കായി. കോമഡി ചെയ്യാൻ ദിലീപിനോളം കഴിവുള്ള ഒരു നടനുമില്ല. പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ തോന്നിയത് മലയാള സിനിമയിലെ ദിലീപിനെ പോലെ കോമഡി ചെയ്യാൻ എതിരാളികൾ ഇല്ലെന്നതാണ്. സീരിയസ് വേഷങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ മോഹൻലാലിനും തമാശ ചെയ്യാൻ ദിലീപും മാത്രമാണുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും എതിരാളികൾ ഇല്ലെന്നും ശാന്തിവള ദിനേശ് അഭിപ്രായപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ബന്ധപ്പെട്ട ദിലീപിനെതിരെ ശക്തമായി നിലകൊണ്ടവരിൽ ഒരാളാണ് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ. ചാനൽ ചർച്ചകളടക്കം നിരന്തരം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ തുറന്നടിച്ചിരുന്നു. ദിലീപ് കാവ്യബന്ധത്തെ കുറിച്ചടക്കം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല, ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ 10 കോടിയുടെ മാനനഷ്ട കേസും കൊടുത്തിരുന്നു. കേസിൽ തന്നെ പ്രതിയാക്കിയതിന് പിന്നിൽ ലിബർട്ടി ബഷീർ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞതിനെതിരായിരുന്നു മാനനഷ്ട കേസ്. ഈ വേളയിലാണ് ലിബർട്ടി ബഷീർ ദിലീപ് ചിത്രത്തെ പുകഴ്ത്തി രംഗത്തെത്തിയത്. ചിത്രത്തിന്റെ നിർമ്മാതാവായ ഡിസ്റ്റിൻ സ്റ്റീഫനാണ് ലിബർട്ടി ബഷീറിന്റെ ആശംസാ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത്. 2017 ശേഷം ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. കുറെ കാലത്തിന് ശേഷം തുടരും പടത്തിനാണ് 15ഉം 20ഉം ഒക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 4 ദിവസമായി 15ഉം 20ഉം ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ടെടുക്കുന്നത്. അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല പടം തന്നെയാണ്. അവസാനത്തെ 20 മിനിറ്റൊക്കെ സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദിലീപിന്റെ ഈ പടം വന്നതിന് ശേഷം രാത്രി 12 മണിക്ക് ശേഷം അഡീഷണൽ ഷോ ഇടേണ്ടി വരുന്നുണ്ട്. അത് തന്റെ തിയേറ്ററിൽ മാത്രമല്ല, ഈ പടം കളിക്കുന്ന കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും രാത്രി 12ന് ശേഷം അഡീഷണൽ ഷോ ഇട്ട് ഹൗസ്ഫുള്ളായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ്. ഈ പടത്തിനും വരാൻ പോകുന്ന എല്ലാ പടങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രെയിംസിന്റെയും ആശംസകൾ അറിയിക്കുന്നുവെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞിട്ടുണ്ട്. ദിലീപിന്റെ വരാനിരിക്കുന്ന ബബബവ എന്ന സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ സന്തോഷം നിരവധി പേർ പങ്കുവച്ചിരുന്നു. തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെയും പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ ദിലീപിന്റെയും സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് തൃശൂർ പൂരമാണ്. തിയേറ്ററുകൾ പൂരപ്പറമ്പാകാൻ ബബബവയുമായി ദിലീപിന്റെ 1.5 വരവുണ്ട് എന്നെല്ലാമാണ് ചിലർ കമന്റുകളുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈന ടൗൺ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ സിനിമയിലൂടെ ഉണ്ടാവും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.